എല്ലാവർക്കും ഉണ്ണീശാനെ ഇഷ്ടാണോ? എന്തോരം ഇഷ്ടാ? ഒത്തിരി ഇഷ്ടാ. ഉണ്ണീശയുടെ ബർത്ത്ഡേ എന്താന്നറിയോ? എന്നാ? ഡിസംബർ 25 അല്ലേ? എന്നാ നമുക്ക് ഉണ്ണീശോയുടെ കൊറേ കഥകളൊക്കെ ഉണ്ട്. ഉണ്ണീശോ പലർക്കും പ്രത്യക്ഷപ്പെട്ടതും ഉണ്ണീശോ പലർക്കും കുറെ കഥകൾ പറഞ്ഞു കൊടുത്തതും കളിക്കാൻ കൂടിയതൊക്കെ ആയിട്ട് ഒത്തിരി കഥകളുണ്ട്. നമുക്ക് ഇതിൽ കുറച്ച് കഥ കേട്ടാലോ? അന്തോണീസ് പുണ്യാളനെ അറിയോ? അന്തോണീസ് പുണ്യാളന്റെ പ്രത്യേകത എന്താ? ഉണ്ണീശോനെ കയ്യിലെടുത്തോണ്ടിരിക്കുന്ന പുണ്യാളനാ. ഒരു ദിവസം അന്തോണീസ് പുണ്യാളൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നേ. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ മുറിയിൽ ഭയങ്കര ഒരു വെളിച്ചം. അപ്പം അന്തോണീസ് പുണ്യാളൻ ഇങ്ങനെ ഞെട്ടിയിരിക്കുവാണേ, അതെന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടി. അന്നേരം അതാ ഉണ്ണീശോ പ്രത്യക്ഷപ്പെട്ടു. അന്തോണീസ് പുണ്യാളൻ ഭയങ്കര സന്തോഷായി. നിങ്ങളുടെ മുന്നിൽ ഉണ്ണീശോ പ്രത്യക്ഷപ്പെട്ടാ നിങ്ങൾക്ക് സന്തോഷാവില്ലേ? എന്തൊരു സന്തോഷവും, ഭയങ്കര സന്തോഷാവോ? നിങ്ങളൊക്കെ ചിരിക്കോ? അതേപോലെ അന്തോണീസ് പുണ്യാളൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചേ. അങ്ങനെ അവര് സംസാരിച്ച് അന്ന് ഭയങ്കര ഫ്രണ്ട്സായി. അങ്ങനെ പല ദിവസങ്ങളിലായിട്ട് വൈകുന്നേരം ഈ ഉണ്ണീശോ അന്തോണീസ് പുണ്യാളനെ കാണാൻ വേണ്ടി വൈകുന്നേരം റൂമിൽ വരാൻ തുടങ്ങി. അവരങ്ങനെ സംസാരിക്കുകയും കളിക്കുകയും ചിരിക്കുകയും പാട്ടോടും ഒക്കെ ചെയ്ത് അങ്ങനെ ഭയങ്കര ഫ്രണ്ട്സായി. നിങ്ങക്ക് ഉണ്ണീശോനെ ഫ്രണ്ടായിട്ട് കിട്ടിയ അടിപൊളിയായിരിക്കൂലേ? നിങ്ങക്ക് ഇഷ്ടമാണോ ഉണ്ണീശോനെ അങ്ങനെ ഫ്രണ്ടാക്കി കൂട്ടാൻ? എല്ലാവർക്കും ഫ്രണ്ട്സ് ഇല്ലേ? അങ്ങനെ ഈശോയായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായേ. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഈ വൈകുന്നേരം 5 മണിക്കാ അന്തോണീസ് പുണ്യാളന്റെ ആശ്രമത്തിൽ പ്രാർത്ഥനാ സമയം. എത്ര മണിക്കാ? 5 മണിക്ക്. ഈ 5 മണിക്ക് പ്രാർത്ഥിക്കേണ്ട ടൈം ആയപ്പോഴത്തേക്കും മണി അടിച്ചു. അപ്പൊ 5 മണിയാകുമ്പോൾ ഇവരുടെ ആശ്രമത്തിലെ നിയമം അനുസരിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാ. അപ്പൊ പ്രാർത്ഥിക്കാൻ പോകാനുള്ള ബെല്ലായിരുന്നു. ഉണ്ണീശോയുടെ അന്തോണീസ് പുണ്യാളൻ പറഞ്ഞു, ഉണ്ണീശോയെ നീ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ ഉണ്ണീശോ ചോദിച്ചു, നീ ആരോടാ പ്രാർത്ഥിക്കാൻ പോകുന്നേ? ഞാൻ ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു. അപ്പൊ അന്തോണീസ് പുണ്യാളൻ പറഞ്ഞു, അത് പറ്റത്തില്ല, നമ്മുടെ ആശ്രമത്തിലെ സമയമാ, 5 മണിയാകുമ്പോ പ്രാർത്ഥിക്കാൻ പോണം. അപ്പം അന്തോണീസ് പുണ്യാളൻ അനുസരണത്തെ പ്രതി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. പുറത്തോട്ട് ഇറങ്ങിയപ്പം അന്തോണീസ് പുണ്യാളൻ മനസ്സിലായി ഇതെല്ലാം സന്യാസി കണ്ടിട്ടുണ്ടെന്ന്. അപ്പൊ അന്തോണീസ് പുണ്യാളൻ ഈ സന്യാസിയോട് പറഞ്ഞു, ഇപ്പൊ ഇവിടെ കണ്ടതൊന്നും ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അന്തോണീസ് പുണ്യാളൻ മരിക്കുന്നോടം വരെ ഈ സംഭവം ഒന്നും ആരും അറിഞ്ഞിട്ടില്ല. മരിച്ചു കഴിഞ്ഞിട്ടാണ് ഈ സന്യാസി ഇതെല്ലാം വെളിപ്പെടുത്തിയത്. നമ്മളെല്ലാം പള്ളിയിൽ കാണുന്ന ഉണ്ണീശോനെ എടുത്തോണ്ടിരിക്കുന്ന അന്തോണീസ് പുണ്യാളനല്ലേ അല്ലേ? അപ്പം എന്തുകൊണ്ട് ഈ അന്തോണീസ് പുണ്യാളുടെ കയ്യിൽ ഉണ്ണീശോ വന്നെന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഇവര് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. ഇവരെപ്പോഴും കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ വരാൻ കാരണമായത്. ഈ ഒരു കഥ കേട്ടപ്പോ നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? അനുസരണം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാ അല്ലെ? അപ്പൊ നമ്മൾ ഇതേപോലെ അനുസരണം ഒക്കെ ഉള്ളവരായിരിക്കൂലേ? നമ്മള് പേരൻസ് ഒക്കെ പറഞ്ഞ കേൾക്കുവോ? പേരൻസ് ഒക്കെ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ കുരുത്തക്കേട് കാണിക്കോ? ഇനി ഇല്ല അല്ലെ? കുരുത്തക്കേട് കാണിക്കാത്ത പിള്ളേരെയാണ് ഉണ്ണീശോയ്ക്ക് ഇഷ്ടം. അപ്പൊ നിങ്ങൾക്ക് ഉണ്ണീശോയുടെ ഫ്രണ്ട്സ് ആവണ്ടേ? അപ്പൊ ഉണ്ണീശോയുടെ ഫ്രണ്ട്സ് ആവാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ല അനുസരണയുള്ള കുട്ടികളായിരിക്കണം അല്ലെ? അപ്പൊ നമുക്ക് ഉണ്ണീശോയുടെ ഒരു പാട്ടൊക്കെ പാടിയിട്ട് വന്നാലോ? ജോലിട്ടോ റെഡി അല്ലേ? ഞങ്ങൾ പാടുന്നു ഉണ്ണിക്ക് മംഗളങ്ങൾ, കുഞ്ഞിക്കൈ മുന്നിലേറുന്നു ഉണ്ണിക്ക് വന്ദനങ്ങൾ. കുഞ്ഞുങ്ങൾ ഞങ്ങൾ പാടുന്നു ഉണ്ണിക്ക് മംഗളങ്ങൾ, കുഞ്ഞിക്കൈ മുത്തിലേറുന്നു ഉണ്ണിക്ക് വന്ദനങ്ങൾ. മഞ്ഞു പെയ്യും മൺകുടിലേ, പുല്ലുമേഞ്ഞ മൺകുടിലേ, സ്വർഗശാന്തിയിൽ മുഴുകാൻ വന്നുയർന്നുണ്ടരികെ. താരങ്ങൾ കണ്ണു ചിമ്മുന്നു ഉണ്ണി മയങ്ങിടുമ്പോൾ. കൂട്ടുകാരെ, അപ്പൊ എല്ലാവർക്കും സന്തോഷായില്ലേ? ഇനി നമുക്കൊരു സുഹൃദേവം പഠിച്ചാലോ? ഉണ്ണീശോയെ ഞങ്ങളെ സഹായിക്കണേ. അപ്പൊ ഈ സുഹൃദേവം ഇനി എവിടേക്കാ ചൊല്ലണ്ടേന്നറിയോ? നമ്മള് പേരൻസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയൂലേ, അപ്പൊ നമുക്ക് അനുസരിക്കാനൊക്കെ ലേശം മടി വരൂലേ? അന്നേരം പറയണം, എന്റെ ഉണ്ണീശോയെ എന്നെ സഹായിക്കണേന്ന് ചൊല്ലണം. പിന്നെ നമുക്ക് പഠിക്കാൻ മടി വരൂലേ, പഠിക്കാൻ ബുദ്ധിമുട്ടൊക്കെ വരൂലേ? അന്നേരം നമ്മൾ പറയണം, എന്റെ ഉണ്ണീശോയെ എന്നെ സഹായിക്കണേന്ന് പറയണം.
ഓക്കെ? അപ്പൊ നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന സമയങ്ങളിലും നമുക്ക് ആരും ഹെൽപ്പ് ചെയ്യാനില്ലാത്ത സമയത്തും നമ്മളെ ആരും സഹായിക്കാനില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്തും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ണീശോയെ ഞങ്ങളെ സഹായിക്കണേ, അല്ലെങ്കിൽ എന്നെ സഹായിക്കണേ എന്ന് ചൊല്ലണം. അപ്പൊ നമുക്ക് വേറൊരു കഥ കേട്ടാലോ? നിങ്ങളൊക്കെ പഠിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാറുണ്ടോ? എത്ര പേര് പ്രാർത്ഥിക്കും? നീ പ്രാർത്ഥിക്കത്തില്ലേ? ഓക്കെ. അപ്പൊ നമ്മളൊക്കെ പഠിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ ഈ പഠിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന വഴി ഉണ്ണീശോ പ്രത്യക്ഷപ്പെടുകയും അങ്ങനത്തെ അത്ഭുതങ്ങളൊക്കെ നടന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെ ഒരാളുടെ കഥ നമുക്ക് കേട്ടാലോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും മിസ്റ്റർ റോസിനെ പറ്റി അറിയോ? അറിയില്ല. ഓക്കെ, ചേച്ചി പറഞ്ഞുതരാം കേട്ടാ. റോസ് എന്ന് പറഞ്ഞിട്ടൊരു വിശുദ്ധ ഉണ്ടായിരുന്നു. ഈ വിശുദ്ധ 5 വയസ്സ് മുതൽ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നേ. ഉണ്ണീശോയോടും എല്ലാവരോടും പ്രാർത്ഥിക്കുമായിരുന്നു. കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഉണ്ണീശോയോടായിരുന്നു. റോസിന് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഒരേപോലെ പഠിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? ചിലവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പഠിക്കാൻ. അപ്പം റോസിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാൻ. അമ്മ ഇങ്ങനെ പല സമയങ്ങളിലായിട്ട് ആദ്യാക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിച്ചു തുടങ്ങി. നിങ്ങൾക്ക് വായിക്കാനും എഴുതാനൊക്കെ അറിയൂലേ? നിങ്ങൾക്ക് ആദ്യം പഠിച്ചത് എന്താ? പിന്നെയോ? ABCD. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ആദ്യം പഠിച്ചത്. അതേപോലെ റോസിനെ ഓരോ അക്ഷരങ്ങൾ പഠിപ്പിക്കാനും വായിക്കാനും ഒക്കെ അമ്മ പഠിപ്പിക്കാൻ നോക്കി. പക്ഷെ അമ്മയ്ക്ക് പറ്റുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റോസിന് ഒട്ടും പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നേ. അങ്ങനെ ഇരിക്കുമ്പം റോസ് ഇങ്ങനെ ഉണ്ണീശോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്റെ ഉണ്ണീശോയെ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലേ, എന്നെ പഠിപ്പിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം റോസിന് ഉണ്ണീശോ പ്രത്യക്ഷപ്പെട്ടു. നമ്മൾ നേരത്തെ കഥ കേട്ടില്ലേ? അതേപോലെ വീണ്ടും ഉണ്ണീശോ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ റോസിനെ ഓരോ അക്ഷരങ്ങളും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത് നല്ല ബ്രൈറ്റ് സ്റ്റുഡന്റ് ആക്കി. റോസ് അമ്മയുടെ അടുത്ത് വന്നു പറഞ്ഞു, അമ്മയെ എനിക്ക് വായിക്കാനൊക്കെ പഠിച്ചു, ഞാൻ നന്നായിട്ട് എഴുതാനൊക്കെ എനിക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ അമ്മമാരുടെ അടുത്ത് വന്ന് പറയുമ്പോ അമ്മമാരെന്ത് ചെയ്യും? ചുമ്മാ പറയുന്നെന്ന് പറയും അല്ലെ? അപ്പൊ അതേപോലെ അമ്മ എന്ത് പറഞ്ഞു? ചുമ്മാ പറയുന്ന നീ എന്ന് പറഞ്ഞാൽ ആദ്യം വിശ്വസിച്ചൊന്നുമില്ല. അങ്ങനെ വീട്ടില് മിസ്റ്റർ കാത്തറിന്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ആരുടെയാ? മിസ്റ്റർ കാത്തറിന്റെ. ആരുടെയാ? മിസ്റ്റർ കാത്തറിന്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മിസ്റ്റർ കാത്തറിന്റെ ബുക്ക് എടുത്ത് നമ്മുടെ മിസ്റ്റർ റോസ് അമ്മയുടെ അടുത്ത് വന്നിരുന്ന് വായിക്കാൻ തുടങ്ങി. എനിക്ക് വായിക്കാൻ അറിയാമെന്നും പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ അമ്മയ്ക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഇതെങ്ങനെയാണ് എന്റെ മോൾ ഇത്രയും പഠിച്ചേ, ഇത്രയും വായിക്കാൻ പഠിച്ചേന്ന്. അപ്പൊ അമ്മ ചോദിച്ചു, മോളെ നീ എവിടുന്ന വായിക്കാനും എഴുതാനും ഒക്കെ പഠിച്ചേ? അപ്പൊ റോസ് പറഞ്ഞു, എന്നെ ഉണ്ണീശോ പഠിപ്പിച്ചേ എന്ന് പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് റോസിന് പഠിത്തത്തിന്റെ മേഖലയിൽ ഒട്ടും ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അപ്പൊ പഠിക്കാൻ എന്നാ ചെയ്യണം? ആരോട് പ്രാർത്ഥിക്കണം? ഉണ്ണീശോയോട് പ്രാർത്ഥിക്കണം. ഈ ഉണ്ണീശോയോട് പ്രാർത്ഥിച്ചതിന് ശേഷം റോസിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിട്ടില്ല. പിന്നെ പതുക്കെ റോസിന് എല്ലാവരോടും ഭയങ്കര സ്നേഹമായി തുടങ്ങി. നമ്മുടെ അയൽവാസികളോടും വീട്ടിൽ വരുന്ന ദരിദ്രരോടും പാവപ്പെട്ടവരോടും ഒക്കെ ഭയങ്കര കരുണയും സ്നേഹവും ഒക്കെ ഉണ്ടായി തുടങ്ങി. നിങ്ങൾക്കൊക്കെ സ്നേഹമൊക്കെ ഉണ്ടോ? വീട്ടിൽ വരുന്ന ആൾക്കാർക്കൊക്കെ പൈസ ഒക്കെ കൊടുക്കുവോ? ഇങ്ങനെ റോസ് പൈസയൊക്കെ കൊടുക്കാൻ തുടങ്ങി, ഭയങ്കര സ്നേഹമായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം റോസ് വിചാരിച്ചു, എന്തുകൊണ്ടാ ഇവർക്ക് വേണ്ടി ഒരു ഫാർമസി സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ആലോചിച്ചു, ഇവർക്ക് വേണ്ടി ഒരു ഫാർമസി സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. മരുന്നൊക്കെ കൊടുക്കുന്ന ഫാർമസികളില്ലേ, അപ്പം അതേപോലെ വീട്ടിലെ ഒരു റൂം റോസ് ഫാർമസിയാക്കി ഉപയോഗിക്കാൻ തുടങ്ങി. ഒത്തിരി പേരുടെ സഹായം കാരണം അവിടെ വരുന്ന എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ചികിത്സയും ഒക്കെ കിട്ടാൻ തുടങ്ങി. ഈ ഫാർമസിയിൽ വരുന്ന രോഗികൾക്കൊക്കെ ആശുപത്രിയിലെ ഡോക്ടർമാരൊക്കെ ചികിത്സിച്ചിട്ട് ശരിയാവാത്ത രോഗങ്ങളില്ലേ, അങ്ങനെ ഡോക്ടർമാർ പറയൂലേ ഇനി മെഡിസിൻ ചെയ്തിട്ട് കാര്യമില്ല, അങ്ങനെ ഉപേക്ഷിച്ച രോഗങ്ങളില്ലേ, അതുപോലും ഈ വിശുദ്ധയുടെ ഫാർമസിയിൽ വരുമ്പോ എല്ലാവർക്കും സുഖമാവാൻ തുടങ്ങി. അതെങ്ങനെയാണെന്നറിയോ? ഉണ്ണീശോയുടെ ഒരു രൂപം അവിടെ ഉണ്ട്. ആ ഉണ്ണീശോയുടെ രൂപം വെച്ച് തൊടിയിപ്പിക്കുമ്പോ പെട്ടെന്ന് സുഖമാവാൻ തുടങ്ങി. ഈ ഉണ്ണീശോയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ടായിരുന്നു. ദി ലിറ്റിൽ ഡോക്ടർ എന്നായിരുന്നു ഉണ്ണീശോയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്ന പേര് ഈ രൂപത്തിന്. ഈ രൂപം വെച്ച് ആരെ തൊട്ടാലും അവർക്ക് പെട്ടെന്ന് സുഖം കിട്ടുമായിരുന്നു. എന്തുകൊണ്ടാണ് ഉണ്ണീശോട് ഇത്രയും ഭക്തി വരാൻ കാരണം? ആദ്യാക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ച ഉണ്ണീശോ അല്ലേ? അപ്പം നമുക്ക് എന്താ ഈ കഥയെന്ന് മനസ്സിലായേ? നന്നായിട്ട് പ്രാർത്ഥിക്കണം, എല്ലാരും സ്നേഹിക്കണം, പാവപ്പെട്ടവരെ സഹായിക്കണം, പിന്നെയോ പഠിക്കുമ്പോ ഈശോനെ കൂട്ടണം അല്ലേ? പഠിക്കുന്നതിന് മുമ്പ് ഈശോനെ വിളിക്കണ്ടേ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിന് മനസ്സിലായേ. അപ്പൊ നമുക്കൊരു സുഹൃദേവൻ ചൊല്ലിയാലോ? എന്റെ ഉണ്ണീശോയെ മറ്റുള്ളവരെ സഹായിക്കാൻ എന്നെ പഠിപ്പിക്കണേ. കുഞ്ഞിനം കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം,
ഈശോയെ നീ ഇന്നു വാവാ കൂടെ കളിക്കാൻ വാവാ. ഈ പാട്ടെല്ലാവർക്കും അറിയത്തില്ലേ? എന്നാ നമുക്ക് ജോലേട്ടന്റെ കൂടെ ഈ പാട്ട് പാടിയാലോ? ജോലേട്ടൻ ഈ പാട്ടിട്ട് തരൂലേ? ഓക്കെ. കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം. ഈശോയെ നീ ഇന്നു വാവാ കൂടെ കളിക്കാൻ വാവാ. കുഞ്ഞിളം കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം. ഈശോയെ നീ ഇന്നു വാവാ കൂടെ കളിക്കാൻ വാവാ. കുഞ്ഞിക്കരളിനുള്ളിൽ സ്നേഹം നിറച്ചു തരാം. ഈശോയെ നീ ഇന്നു വാവാ കൂടെ കളിക്കാൻ വാവാ. കുഞ്ഞിക്കരളിനുള്ളിൽ സ്നേഹം നിറച്ചു തരാം. ഈശോയെ നീ ഇന്നു വാവാ കൂടെ കളിക്കാൻ വാവാ. കുഞ്ഞിളം കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം. ഈശോയെ നീ ഇന്നു വാവാ കൂടെ കളിക്കാൻ വാവാ. അപ്പൊ നമ്മൾ പഠിച്ച സുഹൃദേവ് എന്തായിരുന്നു? എന്റെ ഉണ്ണീശോയെ മറ്റുള്ളവരെ സഹായിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. നിങ്ങക്ക് വിശുദ്ധ പാദ്രിപിയോനെ പറ്റി അറിയോ? എന്നാ നമുക്ക് വിശുദ്ധ പാദ്രിപിയോനെ പറ്റി കേട്ടാലോ? വിശുദ്ധ പാദ്രിപിയോക്ക് ഒത്തിരി പ്രത്യേകതകളുള്ള ഈ വിശുദ്ധനാ കേട്ടോ. നമുക്ക് ഒരേ സമയത്ത് പല സ്ഥലത്ത് വിശുദ്ധൻ പ്രത്യക്ഷപ്പെടുമായിരുന്നു. നിങ്ങൾ അങ്ങനെ ആരെ പറ്റിയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലെ? ഈ വിശുദ്ധൻ ഒരു സ്ഥലത്ത് ഒരു സമയത്ത് കുർബാനയൊല്ലേയും അതേ സമയത്ത് വേറൊരു സ്ഥലത്ത് കുമ്പസാരിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതേപോലൊരു പ്രത്യേകതയാണ് ദർശനത്തിൽ ഉണ്ണീശോനെ കാണാൻ പറ്റുമായിരുന്നു. നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്ന ആരെ പറ്റിയാ? ഉണ്ണീശോനെ പറ്റി. അപ്പൊ അതേപോലെ വിശുദ്ധ പാദ്രിപിയോക്ക് ഉണ്ണീശോനെ പല സമയത്തായിട്ട് കാണാൻ പറ്റുമായിരുന്നു. വിശുദ്ധ പാദ്രിപിയോ ഇതിനെ പറ്റി എഴുതി വെച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ഇത് കണ്ട പല ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പൊ ആ സംഭവം നിങ്ങൾക്ക് കേൾക്കണോ? അപ്പൊ ആദ്യത്തെ സംഭവം പറയാം. ആദ്യം ഒരു ദിവസം വിശുദ്ധ പാദ്രിപിയോ മുറിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ആ സമയത്ത് വിശുദ്ധ പാദ്രിപിയോയുടെ അടുത്ത് ഉണ്ണീശോ വന്നേ. ദർശനത്തിലാണേ ഉണ്ണീശോ വന്ന് കയ്യില് തിരുമുറിവുകളൊക്കെ ആയിട്ട് കാലിലും തിരുമുറിവുകളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു ഉണ്ണീശോ വന്നു. അപ്പൊ വിശുദ്ധ പാദ്രിപിയോ ചോദിച്ചു, എന്റെ ഉണ്ണീശോയെ ഇന്നെന്താ നീ ഇത്ര ചെറുതായിരിക്കുന്നെന്ന് ചോദിച്ചു. അപ്പൊ വിശുദ്ധ പാദ്രിപിയോ അതുവരെ അത്രയും ചെറിയ ഉണ്ണീശോനെ കണ്ടിട്ടില്ല. അതുവരെ വലിയ ഈശോ ആയിട്ടായിരിക്കും ചിലപ്പോ കണ്ടുകൊണ്ടിരുന്നത്. അന്ന് ഭയങ്കര കുഞ്ഞു ഉണ്ണീശോ ആയിട്ടാ വന്നേ. വിശുദ്ധ പാദ്രിപിയോക്ക് ഭയങ്കര സങ്കടമായി. കാരണം എന്നായിരിക്കും? മുറിവുകളുള്ളതുകൊണ്ടല്ലേ. കയ്യിലും കാലിലും ഒക്കെ മുറിവുകളായി ചോരയൊക്കെ വന്ന് ഉണ്ണീശോനെ കണ്ടപ്പോ ഭയങ്കര സങ്കടമായി. അപ്പം തൊട്ടടുത്ത് കാവൽ മാലാഖ നിപ്പുണ്ടായിരുന്നു. അപ്പൊ വിശുദ്ധ പാദ്രിപിയോ എന്ത് ചെയ്തു? കാവൽ മാലാഖയോട് ഇങ്ങനെ നോക്കി, കാവൽ മാലാഖേനെ നോക്കി. അപ്പൊ കാവൽ മാലാഖ പറഞ്ഞു കുമ്പിടാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചു. എങ്ങനെയാ കുമ്പിടുന്നേ? ഇങ്ങനെയല്ലേ നമ്മൾ ഉണ്ണീശോനെ കാണുമ്പോ ഇങ്ങനെ വണങ്ങൂലേ? അതേപോലെ വിശുദ്ധ പാദ്രിപിയോട് കാവൽ മാലാഖ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കാവൽ മാലാഖേനെ കുമ്പിട്ടു. വിശുദ്ധ പാദ്രിപിയോക്ക് ഇതൊരു ദർശനമായിരുന്നെങ്കിലും സന്യാസിക്ക് ഇത് നന്നായിട്ട് കാണാമായിരുന്നു. ഇത് മുന്നിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പം വിശുദ്ധ പാദ്രിപിയോ എന്ത് ചെയ്തു? ഇത് ആരോടും പറയരുത്, സീക്രട്ട് ആയിട്ട് സൂക്ഷിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ആരോടെങ്കിലും പറയാറില്ലേ പല കാര്യങ്ങളും സീക്രട്ട് ആയിട്ട് സൂക്ഷിക്കണം, ആരോടും പറയരുത് എന്നൊക്കെ പറയാറില്ലേ? അതേപോലെ നമ്മുടെ പേരൻസ് നമ്മുടെ അടുത്ത് പറയില്ലേ ചില കാര്യങ്ങൾ ആരുടെ അടുത്തും പറയരുത് എന്ന്. അതേപോലെ വിശുദ്ധ പാദ്രിപിയോ പറഞ്ഞു സന്യാസിയുടെ അടുത്ത് ഇത് ആരുടെ അടുത്തും പറയരുത് എന്ന് പറഞ്ഞു. ഇനി വേറൊരു സംഭവം കൂടെ ഉണ്ട്, കേൾക്കണോ? ഇങ്ങനെ ഇരിക്കുമ്പം വിശുദ്ധ പാദ്രിപിയോ ഒരു ദിവസം ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്ന് ജനലിന്റെ അടുത്ത് ഇങ്ങനെ പുറത്തോട്ട് നോക്കിയിരിക്കുവായിരുന്നു. എങ്ങനെ ഇരിക്കുവായിരുന്നു? പുറത്തോട്ട് നോക്കിയിരിക്കുവായിരുന്നു. ഓക്കെ. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം വിശുദ്ധ പാദ്രിപിയോയുടെ കയ്യില് ഉണ്ണീശോ വന്ന് ഇങ്ങനെ കിടന്നു. അപ്പൊ ഉണ്ണീശോ എന്തോരം ചെറുതായിരിക്കും ഓർത്ത് നോക്കി. ഈ കയ്യിനകത്ത് കിടക്കാനുള്ള അത്രയല്ലേ ഉള്ളൂ. എന്നിട്ട് വിശുദ്ധ പാദ്രിപിയോയുടെ കയ്യില് ഉണ്ണീശോ വന്ന് കിടന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പൊ ഈ സമയത്ത് താഴെ അടുക്കളയില് നല്ല തണുപ്പാണ് ആ സമയത്ത്. അപ്പം താഴെ അടുക്കളയില് കുറെ സിസ്റ്റേഴ്സ് തീയൊക്കെ കായുന്നുണ്ടായിരുന്നു. തീ കായുന്ന എങ്ങനെയാന്ന് അറിയാവോ? എങ്ങനാ? വട്ടത്തിൽ ഇങ്ങനെ എല്ലാരും ഇരിക്കും. അപ്പൊ അങ്ങനെ വട്ടത്തിലൊക്കെ ഇരുന്ന് എല്ലാരും തീയൊക്കെ കൊള്ളുമായിരുന്നു, ചൂട് കിട്ടാൻ വേണ്ടി, തണുപ്പായോണ്ട്. അപ്പം ചൂടൊക്കെ കൊണ്ട് കുറെ സിസ്റ്റേഴ്സ് ഉറങ്ങിയായിരുന്നു. ഒരു സിസ്റ്റർ മാത്രം ഉറങ്ങാണ്ടിരിപ്പുണ്ടായിരുന്നു. ആ സിസ്റ്റർ ഈ വിശുദ്ധ പാദ്രിപിയോയുടെ ആത്മീയ മകളായിരുന്നു. ആത്മീയ മകൾ എന്താണെന്നറിയോ? അതായത് ഒരു ആത്മീയ പിതാവും ആത്മീയ മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ആളെ സ്പിരിച്വലി ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആത്മീയ പിതാവ്. ഈ സിസ്റ്ററിന്റെ ആത്മീയ പിതാവായിരുന്നു വിശുദ്ധ പാദ്രിപിയോ. അങ്ങനെ വിശുദ്ധ പാദ്രിപിയോ
കണ്ടു ഈ ഉണ്ണീശോ കൈ കിടന്നുറങ്ങുന്ന താഴെ ഈ സിസ്റ്റർ നോക്കുന്നുണ്ടെന്ന്. എന്നിട്ട് വിശുദ്ധ പാതിരിപ്പയോ ഈ സിസ്റ്ററിനോടും പറഞ്ഞു ഈ കണ്ട കാര്യങ്ങളൊന്നും ആരോടും പറയരുതെന്ന് പറഞ്ഞു. അതിന് മുമ്പ് വിശുദ്ധ പാതിരിപ്പയോ ചോദിച്ചു എന്താ നീ കണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ സിസ്റ്റർ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഉണ്ണീശോ കയ്യിലിരുന്ന് ഉറങ്ങുന്ന കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ വിശുദ്ധ പാതിരിപ്പയോട് അങ്ങനെ പറഞ്ഞപ്പം പാതിരിപ്പയോ പറഞ്ഞു ഇപ്പൊ കണ്ടത് ആരോടും പറയില്ലെന്ന് പറഞ്ഞു. എന്തിനായിരിക്കും ഈ വിശുദ്ധരൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ആരോടും പറയില്ലെന്നൊക്കെ പറയുന്നേ? അതെന്തെങ്കിലും നുണയായോണ്ടാണോ? നമ്മളൊക്കെ നുണയാണോ ആരോടെങ്കിലും പറയില്ലെന്ന് പറയുന്നേ? അല്ല. ഓക്കെ, അങ്ങനെ നമ്മൾ അങ്ങനത്തെ ചള്ളുകുട്ടികളൊന്നും അല്ല അല്ലേ? അപ്പൊ വിശുദ്ധ പാതിരിപ്പയോ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയണ്ടെന്ന് പറയുന്നേ? അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കേട്ട വിശുദ്ധരും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലേ? കാണുന്നവരോടൊന്നും ആരോടും പറയണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയോ? ഇല്ല അല്ലെ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരൊരു വലിയ വിശുദ്ധരായിട്ടോ ഒരു പുണ്യപുരുഷരായിട്ടോ ഇങ്ങനെ ഒരു സമൂഹത്തില് ആൾക്കാർ ബഹുമാനിക്കുന്ന ഒരാളായിട്ടോ നിൽക്കാൻ അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് അങ്ങനത്തെ ആഗ്രഹം ഉണ്ടോ? നമുക്ക് അങ്ങനത്തെ ആഗ്രഹം ഇല്ലേ? ഇല്ല അല്ലെ? നമ്മളെല്ലാം നല്ല കുട്ടികളാ. പക്ഷെ ചിലർക്കൊക്കെ അങ്ങനെ തോന്നാറുണ്ട്, എന്നെ എല്ലാവരും റെസ്പെക്ട് ചെയ്യണം, ഞാൻ വരുമ്പോ എല്ലാരും എന്നെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കണം, എന്നെ എല്ലാവർക്കും ഭയങ്കര ഭയം വേണം, അങ്ങനെയൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ടെന്ന് നമുക്കറിയാം അല്ലെ? കുറെ ആൾക്കാർ അങ്ങനെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒന്നും ഈ വിശുദ്ധർക്കില്ലായിരുന്നു. അവരൊക്കെ ഭയങ്കര എളിമയുള്ളവരായിരുന്നു. ചിലപ്പോ നമുക്കും ഫ്യൂച്ചറിൽ അങ്ങനത്തെ സ്വഭാവമൊക്കെ വരുമായിരിക്കും അല്ലെ? നമ്മൾ വരുമ്പോ എല്ലാവർക്കും അങ്ങനെ നമ്മളോട് ഭയങ്കര ബഹുമാനം വേണമെന്നും നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യണമെന്നും നമുക്ക് തോന്നുമായിരിക്കും അല്ലെ? അപ്പം അങ്ങനെ തോന്നാതിരിക്കാൻ നമുക്കൊരു സുഹൃദേവം പഠിച്ചാലോ? ഇനി നമുക്ക് എപ്പോഴേലും അങ്ങനെ തോന്നിയാ അങ്ങനെ പ്രാർത്ഥിക്കണേ. എങ്ങനെ പ്രാർത്ഥിക്കണ്ടേ? എന്റെ ഉണ്ണീശോയെ എളിമ എന്ന പുണ്യം എന്നിൽ നിറയ്ക്കണേ. മിന്നി പോലെ മിന്നി താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. മിന്നി പോലെ മിന്നി താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാമുച്ചസുരത്തോടെ ഓഹോ ഭിന്നതയാം കങ്ങലകൾ പൊട്ടി നുറങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാമുച്ചസുരത്തോടെ ഓഹോ ഭിന്നതയാം കങ്ങലകൾ പൊട്ടി നുറങ്ങട്ടെ. മിന്നി താരമെങ്ങും മിന്നി പോലെ മന്ന പെയ്തുവല്ലോ കണ്ണീരിന്റെ മണ്ണിൽ. അപ്പൊ എന്തായിരുന്നു നമ്മൾ പഠിച്ച സുഹൃദേവം? എന്റെ ഉണ്ണീശോയെ എളിമ എന്ന പുണ്യം എന്നിൽ നിറയ്ക്കണേ. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഉണ്ണീശോ പ്രത്യക്ഷപ്പെട്ട പല വിശുദ്ധരെ പറ്റിയാ അല്ലെ? അവരൊക്കെ എവിടെയുള്ളവരായിരുന്നു? പുറത്തൊക്കെ ഉള്ളവരായിരുന്നു, നമ്മുടെ നാട്ടിലുള്ളവരല്ല. നമ്മുടെ നാട്ടിലൊരു വിശുദ്ധിക്ക് ഇതേപോലെ ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആരാന്നറിയോ? ഓക്കെ, കുറച്ചു പേർക്ക് അറിയാം, കുറച്ചു പേർക്ക് അറിയത്തില്ല. വിശുദ്ധ മറിയം ത്രേസ്യാമ്മയ്ക്കാണ് ഉണ്ണീശോ കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ മറിയം ത്രേസ്യാമ്മനെ പറ്റി ആർക്കെങ്കിലും അറിയോ? കുറച്ചറിയാം, കുറച്ചു പേർക്ക് അറിയാം, കുറച്ചു പേർക്ക് ഒട്ടും അറിയത്തില്ല. ചേച്ചി അത് പറഞ്ഞുതരാം. ഓക്കെ, ഈ വിശുദ്ധ മറിയം ത്രേസ്യാമ്മയ്ക്ക് ചെറുപ്പത്തിൽ കൊന്തയൊന്നും ചൊല്ലാൻ അറിയത്തില്ലായിരുന്നു. അപ്പം വിശുദ്ധ മറിയം ത്രേസ്യാമ്മേനെ കൊന്തയെല്ലാം പഠിപ്പിച്ചതും ഒക്കെ മാതാവാ. അപ്പം ഈ വിശുദ്ധ മറിയം ത്രേസ്യാമ്മയ്ക്ക് ചെറുപ്പം മുതലേ സ്വർഗവുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം ഒരു ദിവസം വിശുദ്ധ മറിയം ത്രേസ്യാമ്മയോട് അമ്മച്ചിയൊക്കെ ചോദിക്കുമായിരുന്നു, എന്താ നീ കളിക്കാനൊന്നും പോവാത്ത, നീ എന്താ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നേ, നീ എന്താ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നേ? അപ്പൊ വിശുദ്ധ മറിയം ത്രേസ്യാമ്മ പറഞ്ഞൊരു വാക്യമുണ്ട്, ഞാന് എന്റെ ഈശോയ്ക്ക് കൊടുക്കേണ്ട സമയം ഞാൻ കൂട്ടുകാരുടെ കൂടെ കളിച്ച് കളയാൻ എനിക്ക് വിഷമമാന്നാ പറഞ്ഞേ. നമ്മൾ അങ്ങനെയാണോ? നിങ്ങൾക്കൊക്കെ എത്ര ഫ്രണ്ട്സ് ഉണ്ട്? കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാ? കുറെ പേരുണ്ടോ? ഒരാളുടെ പേര് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റൂല അല്ലെ? കുറെ പേരുണ്ട് നമുക്ക്. അപ്പൊ അതേപോലെ ഈ മറിയം ത്രേസ്യാമ്മയ്ക്ക് വേണമെങ്കിൽ കുറെ ഫ്രണ്ട്സ് ഒക്കെ വീടിന്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷെ മറിയം ത്രേസ്യാമ്മയ്ക്ക് ഒറ്റ ഫ്രണ്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ ബെസ്റ്റ് ഫ്രണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതാരായിരുന്നു? ഉണ്ണീശോ. ഓക്കെ, ഈശോ ആണ്, ഉണ്ണീശോ ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്കൊക്കെ ഇതേപോലത്തെ ബെസ്റ്റ് ഫ്രണ്ട് ആവേണ്ടത് ആരാ? ഉണ്ണീശോ ആണ്. അപ്പം മിസ്റ്റർ മറിയം ത്രേസ്യാമ്മ ഇങ്ങനെ എപ്പോഴും റൂമിലിരുന്ന് ഉണ്ണീശോയോട് കൂടെ കളിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഉണ്ണീശോ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മുടെ മറിയം ത്രേസ്യാമ്മയുടെ അടുത്ത് വന്ന് കഥ പറയുകയും പാട്ട് പാടുകയും കളിക്കുകയും അവർ ഒരുമിച്ച് മുറിയിലിരുന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പൊ മിസ്റ്റർ മറിയം ത്രേസ്യാമ്മ പ്രാർത്ഥിക്കുമ്പം അമ്മയുടെ അടുത്ത് പറയുമായിരുന്നു, എന്റെ അമ്മേ. ഏതമ്മയാ? സ്വർഗത്തിലെ അമ്മ. സ്വർഗത്തിലെ അമ്മ ആരാ? മാതാവിന്റെ അടുത്ത് പറയുമായിരുന്നു, എന്റെ അമ്മേ
ഉണ്ണീശോനെ എന്റെ അടുത്ത് കളിക്കാൻ വിടുന്നതിന് വഴക്കൊന്നും പറയല്ലേ. എന്റെ കൂടെ എന്നും കളിക്കാൻ വിടണേ. അങ്ങനെ അങ്ങനെ ഇന്നും മിസ്റ്റർ മറിയം പ്രാർത്ഥിക്കുമായിരുന്നു. ശരിക്കും അമ്മ വഴക്ക് പറയോ? ശരിക്കും അമ്മ വഴക്ക് പറയോ കളിക്കാൻ വന്നേനെ? ഇല്ല അല്ലെ? വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. നമുക്ക് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലേ? നമ്മുടെ കൂടെ ഉണ്ണീശോ വേണമെന്ന് വെച്ചാൽ കളിക്കാൻ വരൂലേ? നമ്മൾ വിളിക്കാത്തോണ്ടാണോ? നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? ഇന്ന് മുതൽ എന്നും നമ്മൾ റൂമിൽ ഇരിക്കുമ്പോ ഒറ്റയ്ക്ക് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ കളിക്കൂലേ? അതേപോലെ കുറച്ചു നേരം ഉണ്ണീശോയുടെ കൂടെ കളിക്കാനും മാറ്റി വെച്ചാലോ? കുറച്ചു നേരം ഉണ്ണീശോനെയും വിളിച്ചങ്ങ് പ്രാർത്ഥിക്കുന്നേ. നമുക്ക് ഉണ്ണീശോയോട് പ്രാർത്ഥിക്കുകയും ഉണ്ണീശോനെ മുറി വിളിച്ച് കളിക്കുകയും ഉണ്ണീശോയുടെ കൂടെ കഥ പറയുകയും പ്രാർത്ഥിക്കുകയും അമ്മയോട് വർത്താനം പറയും ഒക്കെ ചെയ്യാം അല്ലേ? നിങ്ങളൊക്കെ റെഡി അല്ലേ? നമുക്കൊരു സുഹൃദേവം പഠിച്ചാലോ? എന്റെ ഉണ്ണീശോയെ എന്റെ കൂടെ വരണേ. ജോലേട്ടായി ഈ പറഞ്ഞ സുഹൃദേവൻ ചേട്ടായി ഒന്ന് ചൊല്ലിക്കേ. എന്റെ ഉണ്ണീശോയെ എന്റെ കൂടെ വരണേ. അപ്പൊ നമുക്കൊരു അടിപൊളി പാട്ട് പാടിയാലോ? അപ്പൊ എല്ലാരും കൈ കൊട്ടി പാടണേ. ആ ആ ആ ബത്ലഹേമിന്റെ താഴ്വരയിൽ സ്നേഹ സംഗീതം മുഴങ്ങിടുന്നു. ഓ താരങ്ങൾ കൺചിമ്മുന്നു ഈ രാവിൽ നിലാമഴയിൽ. മഞ്ഞണിഞ്ഞ താഴ്വരയിൽ ഗോശാല തന്നടുവിൽ കുഞ്ഞിമണി തെന്നലായി രാജാതിരാജനായി ഉണ്ണിയേശു ജാതനായി. ബത്ലഹേമിന്റെ താഴ്വരയിൽ സ്നേഹ സംഗീതം മുഴങ്ങിടുന്നു. ഓ താരങ്ങൾ കൺചിമ്മുന്നു ഈ രാവിൽ നിലാമഴയിൽ. അപ്പൊ നമ്മൾ വലിയ സുഹൃദേവം എന്തായിരുന്നു? എന്റെ ഉണ്ണീശോയെ എന്റെ കൂടെ വരണേ. അപ്പൊ നമ്മള് കൊറേ കഥയൊക്കെ കേട്ടല്ലേ? എത്ര കഥ കേട്ടു? 3-4 കഥകൾ കേട്ടു. ഓക്കെ, അപ്പൊ ഈ കഥകളൊക്കെ കേട്ടപ്പോ നമുക്ക് എന്താ മനസ്സിലായേ? ഉണ്ണീശോ കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ലൈഫ് അല്ലേ? നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം. നമുക്ക് നന്നായിട്ട് പഠിക്കാം, നന്നായിട്ട് പ്രാർത്ഥിക്കാം, ഉണ്ണീശോയുടെ കൂടെ കളിക്കാം, നമുക്ക് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പല വിശുദ്ധരുടെ കഥയെന്ന് കേട്ടല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യണം? ഉണ്ണീശോനെ കൂടെ കൂട്ടണം. അപ്പൊ നമ്മള് ഇനി ഉണ്ണീശോനെ കൂടെ കൂട്ടുവോ? നിങ്ങൾ എല്ലാ കാര്യത്തിനും ഉണ്ണീശോനെ കൂടെ വിളിക്കോ? ചെറിയ കാര്യം ചെയ്യുമ്പോൾ വിളിക്കോ? എങ്ങനെ വിളിക്കാ? എന്റെ ഉണ്ണീശോയെ എന്റെ കൂടെ വരണേ. അപ്പൊ നമുക്ക് ഉണ്ണീശോനെ കൂടെ കൂട്ടാം അല്ലെ? ഉണ്ണീശോനെ കൂടെ കൂട്ടാം. നിങ്ങൾ എത്ര പേര് രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കാറുണ്ട്? ഉണ്ട്, 2 പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. ബാക്കി എല്ലാരും ഇനി മുതൽ പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്ന് മുതൽ നമ്മൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് എന്താ പ്രാർത്ഥിക്കാൻ പോകുന്നേ? എന്റെ ഉണ്ണീശോയെ എന്റെ കൂടെ വരണേ. ഒരു ദിവസം മുഴുവൻ അപ്പൊ ഉണ്ണീശോ നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലേ? അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാൻ മറന്നു പോയാലും നമ്മൾ രാവിലെ പ്രാർത്ഥിച്ചല്ലോ, ഉണ്ണീശോയെ എന്റെ കൂടെ വരണേന്ന് പ്രാർത്ഥിച്ചല്ലോ. അപ്പം എല്ലാ കാര്യത്തിലും ഉണ്ണീശോ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ലൈഫ് അടിപൊളിയാവണേ നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ണീശോനെ കൂടെ കൂട്ടണം. ഉണ്ണീശോനെ കൂടെ കൂട്ടണം. വെരി 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 ക്രിസ്മസ്, ഹാപ്പി 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 ക്രിസ്മസ്. അപ്പോ ഹാപ്പി ക്രിസ്മസ്.